ഹായ് ഹായ്, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എടുക്കാനായിട്ട് ഒരു ചമ്മലുണ്ട്. വെൽക്കം ടു നെക്സ്റ്റ് മീറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ആരും സ്വാഗതം ചെയ്യുന്നില്ല, ഞാൻ. ഹായ് ഹായ്, എല്ലാവർക്കും വെൽക്കം ടു നെക്സ്റ്റ് മീറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് ദിവസമായില്ലേ ഡിഷൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഒരു ഡിഷ് ഉണ്ടാക്കാം. വേറെ ഒന്നല്ല, എന്നെ ശല്യം ചെയ്യാനായിട്ട് ഇവിടെ ഇടയ്ക്കൊരു എൻ്റെ മുതലാളി അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. വേറെ ഒന്നല്ല, അധികം നീട്ടാനൊന്നുമില്ല. കുറച്ച് വീഡിയോയ്ക്ക് ഒരു ഇത് വേണമല്ല, പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് പഴയ കാലത്തേക്കൊന്ന് പോകാം. നിങ്ങളൊക്കെ സാധാരണ വീടുകളിൽ പണ്ടത്തെ അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് കണ്ടു വന്നാലോ? കണ്ടിട്ട് വേഗം വരാം. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് സൗമ്യയാണ്. നമുക്കപ്പോൾ അടുത്ത ഡിഷിലേക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് ചുട്ടരച്ച ചമ്മന്തി. അപ്പോൾ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കറണ്ട് പോയി. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചുട്ടരച്ച റെസിപ്പി കേട്ടോ. അപ്പോൾ ചക്കക്കുരു ആവശ്യത്തിനുള്ള ചക്കക്കുരു എടുത്തിട്ടുണ്ട്. തേങ്ങ വേണം, ചമ്മന്തിയാണ്, തേങ്ങ വേണം. വറ്റൽമുളക്, വെളുത്തുള്ളി, കുറച്ച് നമ്മുടെ ചുവന്നുള്ളി, കരിവേപ്പില, കുറച്ച് വാളംപുളി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അടുത്ത കട്ടിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? തീ ഒന്ന് കുറച്ചിടണം. ഈ വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചൂടാക്കണം കേട്ടോ. വറ്റൽമുളക് ഒന്ന് ചൂടാക്കണം. അപ്പോൾ നമ്മുടെ വറ്റൽമുളക് ഇവിടെ ചൂടായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കട്ടോ. നമ്മൾ വറ്റൽമുളക് ചൂടാക്കി വേറൊരു പാത്രത്തിൽ ഇടാണ്. ഓക്കെ കേട്ടോ, വേറൊരു പാത്രത്തിലിട്ടു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ചക്കക്കുരുവാണ്. കുറച്ച് ചക്കക്കുരു ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കാം. അതായത് പണ്ടത്തെ ആൾക്കാർ ഈ തീക്കണലിലൊക്കെ ഇട്ടിട്ടാണ് എന്താ പറയുക ഇതുണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് ചക്കക്കുരു നമുക്കൊന്ന് നന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. പണ്ടത്തെ ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ടത്തെ ആൾക്കാർ ഇത് കനലിലിട്ടിട്ട് ചുട്ടാണ്. ഇതിനൊന്നും നമുക്ക് പറ്റണില്ല. ഇപ്പോൾ കനൽ പോയിട്ട് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കുള്ള മാർഗ്ഗമാണ് നമ്മൾ ഇങ്ങനെ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ചൂടാക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ തീ കുറച്ച് വേണം ഇതിങ്ങനെ ചൂടാക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇത് ചൂടാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതാവണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് ശരിയാക്കാനായിട്ട് കേട്ടോ. അതേ ചട്ടിയിൽ തന്നെ നമ്മളിതാ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ഇച്ചിരി ഒഴിക്കാവൂ കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ഒന്നിതായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചുവന്നുള്ളി കൊടുക്കാം. ഒന്ന് ഇളക്കാം കേട്ടോ. ചുവന്നുള്ളി ഒന്ന് ഇളക്കാം. അതിലേക്ക് തന്നെ നമ്മുടെ വെളുത്തുള്ളി, നമ്മുടെ തേങ്ങ കണ്ടോ, തേങ്ങയുടെ കൊത്താട്ടോ. തേങ്ങ ചിരണ്ടിയത് അല്ലെങ്കിൽ തേങ്ങ കൊത്തിട്ടാ. തേങ്ങ കൊത്തിടുമ്പോൾ ഇങ്ങനെ പുറത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കളയണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഈ വെളുത്തുള്ളിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, അതൊന്ന് പോകണം. ഇതിപ്പോൾ നമ്മൾ കനലിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് കനലൊന്നും ഇല്ലാത്ത അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലൊന്ന് ആക്കണത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോട്ടെ കേട്ടോ. അവസാനമായിട്ട് നമ്മുടെ വേപ്പില ഇതാണ് കേട്ടോ. നമ്മളിതാ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ മൂത്തതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്.
പിന്നെ നമ്മളൊരു തീ കുറച്ചിടാനായിട്ട് ഓർക്കണം കേട്ടോ. തീ കുറച്ചിടാം. ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ കേട്ടോ, തേങ്ങ വേപ്പിലുണ്ട്. വേറെ പരിപാടിയൊന്നുമില്ല. ഇത് നമുക്കൊന്ന് മിക്സി ജാറിലിട്ട് ഒന്ന് ക്രഷ് എടുക്കാം. അത്ര ഉള്ളൂ കേട്ടോ. ബാക്കി കഴിഞ്ഞു. ഓക്കെ, ഇത്ര ഉള്ളൂ ഇന്നത്തെ കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കണം, അതായത് ചമ്മന്തി പരുവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തൊണ്ട് കളഞ്ഞ നമ്മുടെ ചക്കക്കുരു ഇല്ലേ, ചുട്ട ചക്കക്കുരു തൊണ്ട് കളഞ്ഞെടുത്തതുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്കിതാ നമ്മുടെ വറ്റൽമുളകുണ്ട്, അതിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടാൽ അതിട്ട് കൊടുക്കാണ്. പിന്നെ ഇതാ അവിടെ പോയി ഇത്ര നമ്മുടെ നമ്മുടെ പുളിയുണ്ട് കേട്ടോ. വാളംപുളിയാണേ. അപ്പോൾ വാളംപുളിയുണ്ട്. അതോടൊപ്പം തന്നെ ഇതാ നമ്മുടെ എന്താ പറയുക, നമ്മുടെ തേങ്ങയാണ് കേട്ടോ. അത് തേങ്ങ ചുട്ട തേങ്ങ. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇതിനൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടാറിയിട്ട് വേണം കേട്ടോ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില ഇത്ര ആണ് കേട്ടോ. ഇതൊക്കെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് എന്ത് ചെയ്യാം, അരച്ചിട്ട് വരാം. ഇതാണ് കേട്ടോ നമ്മളിതാ മിക്സിയിൽ അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നമ്മൾ എന്താ പറയുക, സർവീസ് ഡിഷിലൊന്ന് ഇതാക്കിയിട്ട് വരാം കേട്ടോ. അതായത് നമുക്കൊന്നൊന്ന് ചമ്മന്തി പരുവത്തിലൊക്കെ ആക്കിയിട്ട് വരാം. നമ്മളെ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ നല്ല എരിവുണ്ട്. അപ്പോൾ നമുക്കിതാ ഇച്ചിരി ഉപ്പ് നന്നായിട്ട് ഒന്ന് വിടർത്തി കൊടുക്കാം. ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതൊന്ന് ഇങ്ങനെ ഒപ്പി കൊടുക്കാം. ഓക്കെ, ഞാൻ ഒപ്പിട്ട് വരാം. അപ്പോൾ മക്കളെ, ഇതാണ് നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് കേട്ടോ, കണ്ടോ, ഇതാണേ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കേ. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. നമ്മുടെ ചമ്മന്തി ഇവിടെ ഉണ്ട്. ചമ്മന്തി ഇങ്ങനെ കഴിക്കാം. കുഴച്ച് കഴിക്കാം. അപ്പം ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.